നീ ആരെ വേണേലും കല്യാണം കഴിച്ചോ, അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. പക്ഷേ എന്റെ മോളുടെ കാര്യത്തിൽ എങ്ങാനും നീ തലയിട്ട അത് ഞാൻ സഹിക്കില്ല. കൊന്നുകളയും നിന്നെ ഞാൻ. മാലപ്പടക്കത്തിന് തിരി കൊളുത്തിക്കോ മേഡം. ശരി. ഹായ് ഗൈസ്, എല്ലാവരും ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിക്കണം. ഒരു ഇമ്പോർട്ടന്റ് കാര്യം എനിക്ക് അനൗൺസ് ചെയ്യാനുണ്ട്. അഷിത നമ്മുടെ ചാനലിൽ MD ആയി ജോയിൻ ചെയ്തതിന്റെ സന്തോഷത്തിലാണ് ഈ പാർട്ടി നടത്തുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. എങ്കിലേ സത്യം അതല്ല. എനിക്കറിയാം, നിങ്ങൾക്കെല്ലാവർക്കും കൺഫ്യൂഷൻ ആയി കാണുമല്ലേ. ഇന്ന് ഈ പാർട്ടി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് മറ്റൊരു സന്തോഷം ഷെയർ ചെയ്യാൻ കൂടിയാണ്. എന്തിനാ മേഡം സസ്പെൻസ്? കാര്യം പറ. പറയാം. സഞ്ജയ് വാ വാ. പറയട്ടെ സഞ്ജയ്, ഞാനും സഞ്ജയും വിവാഹം കഴിക്കാൻ പോവുകയാണ്. ഞാനും സഞ്ജയും വിവാഹം കഴിക്കാൻ പോവുകയാണ്. തീയതി മറ്റും ഉടനെ അറിയിക്കും. മീഡിയ ലോകത്തിന് സഞ്ജയെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഇവിടെ ഉള്ളവരെല്ലാം എന്റെ സ്റ്റാഫും കുടുംബാംഗങ്ങളും ആണല്ലോ. പിന്നെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ സഞ്ജയുടെ ആദ്യ ഭാര്യയായ പൂർണിമയുടെ വീട്ടിൽ വെച്ച് തന്നെ ഈ വിവാഹം എനിക്ക് അനൗൺസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അതൊരു വലിയ ബ്ലെസ്സിംഗ് ആണ്. ഈ സഞ്ജയ് ചേട്ടൻ എന്തോന്നും മിണ്ടാത്തെ? താര പറയുന്നതിനൊന്നും എതിർക്കുന്ന പോലും ഇല്ലല്ലോ. അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഇനിയിപ്പോ എന്തൊക്കെ സംഭവിക്കുന്ന കണ്ടറിയാം. കല്യാണം കഴിഞ്ഞിട്ട് ഇതിലും വലിയൊരു ഫംഗ്ഷൻ നമ്മൾ ഗ്രാൻഡ് ആയിട്ട് നടത്തും. മോളെ വേണ്ട. മോളെ എന്താ ഇത്? വിട്. അതെ മോളെ, നിന്റെ അച്ഛൻ എന്നെ കല്യാണം കഴിക്കാൻ പോവാ. മോളെ മോളെ വേണ്ട. ഇവള് മോളെ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. ഇങ്ങോട്ട് വരാൻ.
മോളെ വിട്ടിട്ട് വരാൻ. ശ്ശേ, പറഞ്ഞ കേക്ക് ധ്വനി. മോളെ ധ്വനി, മോളെ പറയുന്ന കേക്ക്. എന്തിനാ എതിർക്കാൻ നിൽക്കുന്നേ? ചേച്ചി മോളെ മോളെ പറയുന്ന കേക്ക് ധ്വനി. സാറേ വിട്. വിട് ധ്വനി, മോളെ വിട്. ചേച്ചി ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. വിട് ധ്വനി, വിട് ധ്വനി, ഇങ്ങോട്ട് വരാൻ. ചേച്ചി മോളെ വാശി കാണിക്കല്ലേ. വാ, വരാനാ പറഞ്ഞേ. വാ മോളെ. ചേച്ചി മോളെ വിട് സഞ്ജയ്. മോളെ ധ്വനി മോളെ പറഞ്ഞു കേൾക്കാൻ. മോളെ മോൾ എന്തിനാ വിഷമിക്കുന്നേ? ഇത് സന്തോഷിക്കേണ്ട കാര്യല്ലേ? ഇനി മുതൽ മോളുടെ പുതിയ അമ്മ ഞാനാ. ഛേ, മോൾക്ക് എന്ത് വേണമെങ്കിലും ഈ അമ്മ ചെയ്തു തരാം കേട്ടോ. ധ്വനി വന്നേ, അമ്മ പറയുന്ന കേക്ക്. ദേ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. വന്നേ, അമ്മ പറയുന്നത് കേൾക്ക് മോളെ. മോളെ നീ എന്താ ഈ കാണിക്കുന്നത്? ഡേ വേണ്ട, നീ ആരെ വേണേലും കല്യാണം കഴിച്ചോ, അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. പക്ഷേ എന്റെ മോളുടെ കാര്യത്തിൽ എങ്ങാനും നീ തലയിട്ടാ അത് ഞാൻ സഹിക്കില്ല. കൊന്നുകളയും നിന്നെ ഞാൻ. പുതിയ അമ്മയാണ് പോലും. ഛേ, എന്റെ മോളുടെ നിഴൽ വെട്ടത്ത് പോലും നീ വന്നു പോരുത്. മോള് വന്നേ. ധ്വനി മോളെ വിട്, പൂർണിമ വിട്. വാ, മോളെ തനിക്കിപ്പോ സമാധാനമായോ? എടോ, തന്റെ സ്വന്തം കൊച്ചല്ലടോ അത്. അതിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം താൻ ഒറ്റൊരുത്തനാ. ഇത്രയൊക്കെ ആയിട്ടും തനിക്ക് മതിയായില്ലല്ലേ? ഇവിടെ വന്ന ആ കുഞ്ഞിനെ കരയിച്ചപ്പോ തനിക്ക് സന്തോഷമായല്ലോ. പൃഥ്വി എന്താ ഇത്? എല്ലാവരുടെയും മുന്നിൽ വെച്ചാണോ ഇങ്ങനെ ഓരോന്ന് പറയുന്നേ? പ്ലീസ്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇവനൊക്കെ രണ്ട് പറഞ്ഞാലേ തിരിച്ചറിവുണ്ടാവും, തലയ്ക്ക് വെളിവുണ്ടാവും. പൃഥ്വി അഷിത, നീ മിണ്ടരുത്.